നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസാണ് കേരളത്തിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള ചാനൽ. റിപ്പോർട്ടർ ചാനൽ അങ്ങനെ അവകാശപ്പെടാറുണ്ടെങ്കിലും അവർക്ക് ഒന്നോ രണ്ടോ തവണ മാത്രമേ വ്യാജ വാർത്തയിലൂടെ ഒന്നാമതെത്താൻ കഴിഞ്ഞുള്ളൂ. എപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ അധീശത്വമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞ നുണകളൊക്കെ ജനം തിരിച്ചറിഞ്ഞതോടെ റിപ്പോർട്ടറിൻ്റെ പ്രാധാന്യവും കുറഞ്ഞുപോയി. വായെടുത്താൽ നുണ പറയുന്ന ചാനൽ അനുനിമിഷം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഏഷ്യാനെറ്റിനും ഇപ്പോൾ ഭീഷണിയാകുകയാണ് സഭാ ടി വി. സഭാ ടി വി നിയമസഭാ നടപടിക്രമങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലാണ്. എന്നാൽ ഏത് വാർത്തയേക്കാളും ജനം ആകാംക്ഷയോടെ ഇപ്പോൾ കാണുന്നത് സഭാ ടി വിയാണ്. സഭാ ടി വിയിൽ നിയമസഭയിൽ നടക്കുന്ന ചർച്ചകൾ, വാഗ്വാദങ്ങളൊക്കെ കണ്ട് രോമാഞ്ചം കൊള്ളുകയാണ് ആളുകൾ. പണ്ടൊക്കെ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ സഭയിലിരിക്കുന്നവരുടെ പോലും ഉറക്കം കെടുത്തുമെങ്കിൽ ഇന്ന് പൊതുജനത്തിനു പോലും സഭയിലേക്കൊന്ന് ചെവി കൊടുത്താൽ ആവേശത്തോടെ ഒരു ത്രില്ലർ സിനിമ കാണുന്ന സുഖത്തോടെ ആസ്വദിക്കാൻ കഴിയും. 102 MLA-മാരുമാണ് UDF ഭരിക്കുന്നത്. അവരിൽ മുക്കാൽ പങ്കും പ്രഗത്ഭന്മാരായ MLA-മാർ. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഷ്ടി 34 MLA-മാർ മാത്രമുള്ള മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പിണറായി വിജയൻ നയിക്കുന്ന പ്രതിപക്ഷത്തിന് കഴിയുന്നേയില്ല. പ്രതിപക്ഷം പേരിന് വേണ്ടി, ചടങ്ങിന് വേണ്ടി എന്തെങ്കിലും ഒരു വാദവുമായി വന്നാൽ അപ്പോൾ തന്നെ പൊളിച്ചടുക്കി കളയും. വാസ്തവത്തിൽ ജനം സഭാ ടി വിയിലേക്ക് ഓടിയെത്തുന്നത് പ്രതിപക്ഷത്തെ VD സതീശനും മന്ത്രിമാരും കശക്കി എറിയുന്ന രസകരമായ കാഴ്ച കാണാനാണ്. എല്ലാ ദിവസവും ആവേശകരമായ ഒരുപാട് കാഴ്ചകൾ, തേഞ്ഞൊട്ടി നിശബ്ദരായി പോകുന്ന പ്രതിപക്ഷ MLA-മാരുടെ അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നലത്തെ 1-2 സംഭവങ്ങളിലേക്ക് പോകാം. ആറ്റിങ്ങൽ MLA OS അംബിക എണീറ്റ് നിന്ന് ചോദിക്കുകയാണ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 മാസമായി മുടങ്ങിക്കിടക്കുന്നു സാർ, അത് എന്നു മുതൽ കൊടുത്തു തുടങ്ങും സാർ? സാർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് 2 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്, ഇത് തുടരുമോ? മറുപടി പറഞ്ഞത് VD സതീശനാണ്. സാർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ നമ്മൾ ഉദ്ദേശിച്ച സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് പുതിയതായി കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ കൊടുത്തു തുടങ്ങിയതാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ട് അറിയിക്കും. നോക്കൂ, ഒരു കാര്യവുമില്ലാതെ ചോദിച്ചു പണി വാങ്ങിയത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ഒരു ബന്ധവുമില്ലാത്തതാണെന്നും CPM-കാർ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിലാക്കി ഫെബ്രുവരിയിൽ നടപ്പിലാക്കി 2 മാസം മാത്രം കൊടുത്ത ഒന്നാണെന്നും മറച്ചു വെച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ ശ്രമം അതിൻ്റെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നു. ഇത്തരത്തിൽ നിരനിരയായി ഓരോ MLA-മാർ എണീറ്റ് നിന്ന് പണി എരന്നു വാങ്ങുന്ന കാഴ്ച വളരെ വിചിത്രമാണ്. മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ AC മൊയ്തീനായിരുന്നു അടുത്ത ഊഴം. മൊയ്തീൻ പറഞ്ഞത് UDF-ന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ ഇപ്പോഴത്തെ 2000-ൽ നിന്നും 3000-ആക്കി മാറ്റും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതാ ഭരണമേറ്റ് 1 മാസമായിട്ടും ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. അതായത് സർക്കാർ ക്ഷേമ പെൻഷന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു എന്ന് സ്ഥാപിക്കാനായിരുന്നു മൊയ്തീന്റെ നീക്കം. മറുപടി പറഞ്ഞത് VD സതീശൻ തന്നെ. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യ ഘട്ടത്തിൽ തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് സൂചിപ്പിച്ചതാണ്. പക്ഷേ അത്തരം ഒരു പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ അതിനെക്കുറിച്ച് ആലോചിച്ചു വരുന്നു എന്നാണ്. പക്ഷേ ഇത്തരം ഒരു പ്രഖ്യാപനം സ്വാഭാവികമായിട്ട് ബഡ്ജറ്റിൽ വന്നില്ല. അതുകൊണ്ട് ഈ വർധനവ് പരിഗണനയിലുണ്ടോ, അത് പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സർ, ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും 6 പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. സർ, അതിൽ ആദ്യ ഗ്യാരണ്ടികൾ 2 KSRTC-യിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആദ്യ മാസത്തിൽ തന്നെ നടപ്പാക്കി. സർ, രണ്ടാമത്തത് ഒരു വയോജന ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ആ വയോജന ഡിപ്പാർട്ട്മെന്റ് ഈ സർക്കാർ അധികാരത്തിലെത്തി 1 മാസത്തിനകം പൂർത്തിയാക്കി. അതുപോലുള്ളൊരു വാഗ്ദാനമാണ് തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. നോക്കി എന്തൊരവസ്ഥയാണെന്ന്. 1600 രൂപയിൽ നിന്നും 2500 രൂപയാക്കും എന്ന് പറഞ്ഞ് അധികാരമേറ്റ സർക്കാർ 4.25 വർഷവും ആ വാഗ്ദാനം പാലിക്കാതെ 1600-ൽ തന്നെ നിലനിർത്തുകയും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 2000 ആക്കി മാറ്റുകയും ചെയ്തു.
എന്ന് വെച്ചാൽ അത്രയും കാലം ചെയ്തില്ല എന്ന് മാത്രമല്ല, ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ചെയ്തില്ല. ആ വാക്ക് പാലിക്കാത്ത ഇടതുപക്ഷമല്ല ഞങ്ങളുടേത്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. ഇന്ദിരാഗാന്ധിയിലെ 2 ഇതുവരെ നടപ്പിലാക്കി, ഇതും നടപ്പിലാക്കും എന്ന ഉഗ്രൻ മറുപടി. അതായത് ഒരിക്കൽ കൂടി CPM മലർന്നു കിടന്ന് തുപ്പി. അവരുടെ കാലത്തെ അനീതി അവരെ കൊണ്ട് തന്നെ തുറന്നു പറയിപ്പിക്കാൻ അവസരമൊരുക്കി കൊടുത്തു. ഇത്തരത്തിലാണ് VD സതീശൻ്റെ ആക്രമണം. ആർക്കും സതീശിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അതിശക്തമായ ആക്രമണം. അതിനിടയിലാണ് നമ്മുടെ മുഹമ്മദ് റിയാസ് ഒരു കാര്യവുമില്ലാതെ പണി ചോദിച്ചു വാങ്ങാൻ എണീറ്റ് നിന്നത്. നിപ്പയെ പ്രതിരോധിക്കാൻ പരാജയപ്പെട്ടു, ആരോഗ്യ മേഖല ദുരന്ത ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് റിയാസ് പൊട്ടിത്തെറിച്ചു. ഒരു സർക്കാരിനെ വിലയിരുത്താൻ ഒരു 35 ദിവസം മതിയാകില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഒരു സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ 35 ദിവസം ധാരാളമാണ് സർ. ഇവിടെ ഇത്തരം പകർച്ചവ്യാധികൾ വരുന്നത് ഏതെങ്കിലും ഒരു മുന്നണി നയിക്കുന്ന സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല ഞങ്ങൾ. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ ഞങ്ങൾ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാടല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പകർച്ചവ്യാധികൾ കേരളത്തിൽ പടരുന്നതിന്റെ കാരണം അത് ആര് ഭരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല, എന്നാൽ അവ തടയുന്നതിൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് സാർ പ്രധാന പ്രശ്നം. സാർ ഇവിടെ 2021 ഡിസംബർ 28 LDF ഭരണകാലത്ത് അന്നത്തെ വടകര MP കൂടിയായ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു സാർ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സർ. വ്യക്തിപരമായി മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. ഇത്ര ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഇതുപോലെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസ്താവന നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്തില്ല എന്നുള്ളതാണ് സർ അവർ ചൂണ്ടിക്കാട്ടിയത്. അതിന്റെ ഭാഗമായി ദീർഘവീക്ഷണ സ്ത്രീ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് നൽകണമെന്നുള്ള അഭിപ്രായം പറഞ്ഞു സർ. അടുത്ത ഊഴം ആരോഗ്യമന്ത്രി K മുരളീധരനായിരുന്നു. എണീറ്റ് നിന്ന് ഒരൊറ്റ വായനയായിരുന്നു. 10 വർഷം റീൽസും 5 വർഷം വീണമീട്ടിലും നടത്തി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുട്ടിച്ചോറാക്കിയതിന്റെ വിശദാംശങ്ങൾ എണ്ണി പറഞ്ഞു. ഒരു ഒരുക്കവും ചെയ്തില്ല എന്ന ആരോപണത്തെ ശരിവെച്ചുകൊണ്ട് ആരായിരുന്നു ഒരുക്കം ചെയ്യേണ്ടത്? ഫെബ്രുവരിയിൽ ആരായിരുന്നു ആരോഗ്യമന്ത്രി? നിങ്ങൾ പറഞ്ഞ മരുന്ന് ഞങ്ങൾ ബഹ്റൈനിൽ നിന്ന് കൊണ്ടുവന്നു, എവിടെയായിരുന്നു ആ മരുന്ന് ഇതുവരെ എന്നൊക്കെ പറഞ്ഞ് കത്തിക്കയറി റിയാസിന്റെ ഇടപാട് തീർത്തു കൊടുക്കുകയായിരുന്നു മുരളീധരൻ. സാർ, ഇവിടെ ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് റെംഡിസിവിർ എന്ന മരുന്നാണ്. അത് സാർ അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അങ്ങ് മന്ത്രിയായ ആ മന്ത്രിസഭയുടെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല സാർ. 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം സത്യത്തിൽ ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 24 മണിക്കൂർ പോലും ആ രോഗി സർവൈവ് ചെയ്യില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. ഏതായാലും ഇതുവരെയായിട്ട് കുഴപ്പം കൂടാതെ അദ്ദേഹം വെന്റിലേറ്ററിലാണ്. പക്ഷേ സ്ഥിതി ഗുരുതരമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വരുന്ന ആ സന്ദർഭത്തിനേക്കാൾ സ്ഥിതി കുറച്ചുകൂടെ ഭേദപ്പെട്ടിട്ടുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. പക്ഷേ എന്ന് വിചാരിച്ച് അത് സീരിയസ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
ആ ഒരു വ്യക്തിയിൽ മാത്രം ആ രോഗം ഒതുങ്ങി നിന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പരിശോധന നടത്തി എല്ലാവരും ഏതാണ്ട് 69ഓളം ടെസ്റ്റ് നടത്തി എല്ലാം നെഗറ്റീവാണ് സാർ. പിന്നെ എങ്ങനെയാണ് സാർ നിപ പഠനം എന്ന് പറയുന്നത്? പിന്നെ മറ്റ് ബഹുമാനപ്പെട്ട പ്രമേയ അവതാരം പറഞ്ഞു ഒരു സത്യം അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ശരിയാണ് സാർ. സാധാരണ അങ്ങക്ക് അറിയാലോ, ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്? ഫെബ്രുവരിയിൽ ഞാനായിരുന്നു മന്ത്രി. ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊക്കെ ചാർജ് എടുത്തപ്പോഴാണ് ഈ രോഗം അപ്പോഴേക്കും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വ്യാപനത്തിന് ഒരു പരിധി വരെ തടയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. 4/6/2018 അന്ന് ശ്രീ അനൂപ് ജേക്കബിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. നിപ വൈറസ് ബാധ മൂലം ഈ വർഷം എത്ര പേർ മരണപ്പെട്ടു, എത്ര പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയാമോ? നിപ വൈറസ് ബാധ മൂലം ഈ വർഷം സംസ്ഥാനത്ത് 16 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 2 പേർ ചികിത്സയിലാണ്. എന്നിട്ടാണ് സാർ ഒരു രോഗി വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി കാരണം ഇവിടെ എല്ലാം നിപ വ്യാപിച്ചു എന്നുള്ള ദുഷ്പ്രചരണം ഇവിടെ നടത്തുന്നു സാർ. DMOമാരെ വയ്ക്കും. കാരണം ഇതൊക്കെ മുമ്പ് ചെയ്യണ്ടേ സാർ? അതിനകത്തുള്ള കാലത്ത് ഇതുപോലെ നോക്കിയോ? ഇതൊന്നും നോക്കാതെ എല്ലാം തുറന്നു വിട്ട് ഞങ്ങൾ വന്നപ്പോൾ അതിനെ കുടത്തുനിന്ന് പോയ ഭൂതത്തിനെ തിരിച്ചു കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ എല്ലാം നശിച്ചു എന്ന് പറയുന്നത്. അതല്ല സാർ. 2018 നിപ ബാധിച്ച് 16 പേർ മരിച്ച കഥ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന് രേഖ വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് ഒരാൾ പോലും മരിക്കാതെ രോഗബാധിതനെ വെന്റിലേറ്ററിൽ ഇപ്പോഴും ജീവനോടെ സംരക്ഷിച്ചിട്ട് രോഗം പടരാതെ സൂക്ഷിച്ചതാണോ വീഴ്ച എന്ന ചോദ്യത്തിനു മുൻപിൽ ചൂളിപ്പോവുകയായിരുന്നു റിയാസും സഖാക്കളും. അതെ, VD സതീശൻ്റെ നേതൃത്വത്തിൽ സകല മന്ത്രിമാരും അവസരം കിട്ടുമ്പോഴൊക്കെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിടുകയാണ് സഖാക്കളെ. തോറ്റു പുറത്തായിട്ടും നിയമസഭയിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഗതികെട്ട അവസ്ഥയിലൂടെ തുടരുകയാണ് CPM ഇപ്പോഴും.